ഇനി നമ്മൾ പോകാൻ പോകുന്നത് കണ്ണൂരിലേക്കാണ്. എം സന്തോഷ് തയ്യാറായിട്ടുണ്ട്. സന്തോഷ്, എന്താണ് ജില്ലയിലെ ഒരു നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത്? ജാഗ്രത ഒക്കെ തന്നെ പാലിക്കേണ്ട ഒരു സമയമാണ്. വരും ദിവസങ്ങളിലും മഴയ്ക്കുള്ള സാധ്യതയാണോ? തീർച്ചയായും കാലാവസ്ഥാ മുന്നറിയിപ്പ് പോലെ തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴ തുടരുമ്പോൾ കണ്ണൂരിലും ശക്തമായ മഴ തന്നെയാണ്. ഇപ്പോൾ അല്പസമയമായി മാത്രം ഈ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കുട ചൂടാതെ നിൽക്കുന്നത്. ഇതുവരെയും അതിശക്തമായിട്ടുള്ള മഴ തന്നെയായിരുന്നു കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. മഴ മാത്രമല്ല, വേഗതയുള്ള കാറ്റും ശക്തമായ കാറ്റും കണ്ണൂരിൽ പല സ്ഥലത്തും നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശം, അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണും മരച്ചില്ലകൾ പൊട്ടി വീണും വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടം തുടങ്ങിയവയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. 30-ലധികം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ 16 ഷട്ടറുകളിൽ 13 എണ്ണം ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. പഴശ്ശി ഡാമിലേക്ക് ജലനിരപ്പ് കൂടുതലായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ നദികളിലും അതോടൊപ്പം തന്നെ തോടുകളിലുമെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. വളപട്ടണം പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ട്, റോഡിലൊക്കെ വെള്ളം കയറാൻ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മലയോര മേഖലയിൽ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ ഉൾപ്പെടുന്ന മലയോര മേഖലയിൽ അതിശക്തമായ മഴ ഇന്നലെ രാത്രിയും ഇപ്പോഴും തുടരുകയാണ്. ഈ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും എല്ലാം സാധ്യതയുള്ള ഈ മേഖലയിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എല്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലയിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വളപട്ടണം മുതൽ മാഹി വരെയുള്ള തീരദേശത്ത് ഇന്ന് ശക്തിയേറിയ തിരമാലകൾ ഇന്ന് വൈകുന്നേരത്തിനിടയിൽ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തീരദേശ മേഖലയിലും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. എം സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.